ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുതിയ വർക്ക് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ എന്തൊക്കെയാണ് അത് ഉപയോഗിക്കുന്നതെന്നാണ് ഇപ്പോൾ ഒന്ന് കാണിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് 2.2 ആംപ്ലിഫയർ ആണ്. ഇതിൽ നമ്മൾ വാട്ട്സ് വരുന്നത് 400 വാട്ട്സിൻ്റെ 2 സബും 300ൻ്റെ 2 ചാനലും, അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ഇതാണ് എൻ്റെ ബാക്ക് പാനൽ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2.2 ആണ്. അതേസമയം നമുക്ക് 4 ചാനലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ AVRലൊന്നും എന്തിനും നമുക്ക് പ്രീ ഔട്ട് എടുത്ത് ഇത് സെപ്പറേറ്റ് ചാനലായിട്ട് ഉപയോഗിക്കാൻ പറ്റും, 4 ചാനലായിട്ട്. അതിന് വേണ്ടിയാണ് ഇപ്പോൾ ബാക്കിൽ നമ്മളിങ്ങനെ കട്ടിങ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കണ്ടില്ലേ, 2 ഔട്ട്, 1 ഇന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബനാന സോക്കറ്റ് ഇവിടെ 4 വരും, സബിൻ്റെയും ചാനലിൻ്റെയും. പിന്നെ മേളിൽ ചാനൽ 1, ചാനൽ 2, ചാനൽ 3, ചാനൽ 4, ഈ 4 ചാനൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് RCA കേബിൾ വഴി കണക്ട് ചെയ്ത് വേറെ പ്രീ ഔട്ട് എന്തെങ്കിലും AVRൻ്റെ എന്തെങ്കിലും കൊടുത്ത് ഉപയോഗിക്കാം. പിന്നെ ഒരു പവർ സ്വിച്ചും, നമ്മളാ കമ്പ്യൂട്ടർ സോക്കറ്റ്, ഒരു ഫ്യൂസ്, ഒരു ഫാൻ, ഇത്രയാണ് ഇതിൻ്റെ ബാക്ക് പാനൽ വരുന്നത്. പിന്നെ വരുന്നത് നമ്മളെ ഫ്രണ്ട് പാനലാണ്. ഇതിൽ നമുക്ക് ഡബിൾ ലെയറിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ മാസ്റ്റർ വോളിയം, നമ്മളെ സ്വിച്ച് വരുന്ന പുഷ് സ്വിച്ചാണ്. പിന്നെ ബാസ്, ട്രബിൾ, ബാലൻസ്, വോളിയം. പിന്നെ നമ്മളെ റിമോട്ട് കിറ്റിൽ 2 എൻകോഡർ വരുന്നുണ്ട്. ആ 2 എൻകോഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെലക്ഷൻ സ്വിച്ചുണ്ട്. നമ്മൾ RCA, നമ്മൾ AVRൽ കൊടുക്കാൻ 4 ചാനൽ RCA ഇല്ലേ, അതിൻ്റെ കണക്ഷനും നമ്മുടെ ഈ USB മോഡ്യൂളായിട്ടും, അങ്ങനെ 2 കണക്ഷനായിട്ടാണ് ഈ സെലക്ട് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ സബിൻ്റെ വോളിയം, പിന്നെ ഒരു USB. ഇത്രയാണ് നമ്മളിപ്പോൾ ഈ ഫ്രണ്ട് പാനൽ ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മളിപ്പം ഡിസ്പ്ലേ വരുന്നത്, USB മോഡ്യൂളിൻ്റെ ഡിസ്പ്ലേ. ഞാൻ കഴിഞ്ഞ മുമ്പിലത്തെ വീഡിയോയിൽ ബോർഡാണ് ഇട്ടിരുന്നത്. അത് കഴിഞ്ഞ വീഡിയോയിലാണ് റിമോട്ട് കിറ്റിനെ പറ്റി ഇട്ടിരുന്നത്. റിമോട്ട് കിറ്റല്ല, ഒരു ബ്ലൂടൂത്ത് പ്ലെയർ, നമ്മളെ ഗ്രാഫിക്കൽ ഡിസ്പ്ലേ വരുന്ന ടൈപ്പ്, അതാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇവിടെ 2 വ്യൂ മീറ്റർ വരും, ജിടെക്കിൻ്റെ ബാർ ടൈപ്പ് വ്യൂ മീറ്റർ വരും. അത്രയാണ് ഇപ്പോൾ ഇതിൽ വരുന്നത്. സിമ്പിൾ മോഡലാണ്, ഡബിൾ ലെയർ പാനലാണ്. പിന്നീട് വരുന്നത് ബോർഡ് ഉപയോഗിച്ച് RBL+ൻ്റെ ക്ലാസ് D ബോർഡാണ് സബിന് ഉപയോഗിക്കുന്നത്. 400 വാട്ട്സിൻ്റെ ക്ലാസ് D ബോർഡ്. ഇത് 2 എണ്ണം ഉണ്ട്. പിന്നെ 6 ട്രാൻസിസ്റ്ററിൻ്റെ, അതും RBL+ൻ്റെ 2 ബോർഡ്. പിന്നെ ഒരു സബ് ഫിൽറ്റർ, അതും RBL+ൻ്റെ ആണ്. പിന്നെ ഒരു 5 ചാനൽ ഗെയിനർ എടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കർ പ്രൊഡക്ഷൻ ഡിടെക്കിൻ്റെ നമ്മളെ ഹെവി റിലേ വരുന്ന ടൈപ്പ് എടുത്തിട്ടുണ്ട്, അത് 2 എണ്ണം. പിന്നെ വരുന്നത് ഡിടെക്കിൻ്റെ ഹൈഫൈ സ്റ്റീരിയോ ബാസ്റ്റബിൾ ബോർഡാണ്. ഇത് 2 വേ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബോർഡാണ്. ഞാൻ ഇത് മുമ്പും കുറേ ആംപ്ലിഫയറിൽ ഉപയോഗിച്ചിട്ടുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മളെ മാക്സിൻ്റെ 5 വോൾട്ട് ബക്ക് കൺവെർട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ പവർ സപ്ലൈ നോക്കുകയാണെങ്കിൽ 10,000 MFDയിലെ 80 വോൾട്ട് 4 കപ്പാസിറ്റർ വരുന്ന 2 PCB ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു PCB ഇവിടെ വരും. മൊത്തം 8 കപ്പാസിറ്ററാണ്. പിന്നെ മെറ്റൽ ഡയോഡ് വരുമ്പോൾ ത്രിനിക്സിൻ്റെ 50 ആംപിയറിൻ്റെ ഡയോഡാണ്. KBPC 5010 ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, 50 ആംപിയർ. കാരണം നമ്മൾ ഈ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ 40-0-40 38 ആംപിയറിലാണ് നമ്മൾ വൈൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് 40-0-40 38 ആംപിയറിലാണ് നമ്മൾ ഈ 4 ചാനലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 38 ആംപിയർ വരുമ്പോൾ നമുക്ക് 50 ആംപിയറിൻ്റെ ഡയോഡ് വേണം. അതുകൊണ്ടാണ് 50 ആംപിയറിൻ്റെ ഡയോഡ് എടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കി സപ്ലൈ എല്ലാം 1 ആംപിയറിൻ്റെ ആണ്. ഇതിൽ സിംഗിൾ സപ്ലൈ 12 വോൾട്ട് ഉണ്ട്, 909 ഉണ്ട്, 12-0-12 ഉണ്ട്, പിന്നെ 15-0-15 ഉണ്ട്, 18-0-18 ഉണ്ട്. ഇത്രയും സപ്ലൈ ആണ് ഇപ്പോൾ നമ്മളിതിൽ ടാപ്പ് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് നമ്മൾ ഈ ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്ന മെയിൻ ഐറ്റംസ്. പിന്നെ അല്ലറച്ചുള്ള ചെറിയ ഐറ്റംസ്. ഇതിപ്പോൾ വേറൊരു PCB ആണ്. ഈ PCB 4 കപ്പാസിറ്റർ, മൊത്തം 8 കപ്പാസിറ്ററാണ് നമ്മളിതിൽ വരുത്തുന്നത്. അപ്പോൾ അടുത്ത ഈ ആംപ്ലിഫയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് എൻ്റെ അപ്ഡേറ്റ് ഞാൻ തരുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എന്തെങ്കിലും പാർട്സിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കോൺടാക്റ്റ് കൊടുത്തിരിക്കുകയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.